ഹലോ, എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മുന്തിരി വൈൻ്റെ റെസിപ്പിയാണ് ഇന്ന് പറയുന്നത്. നമുക്ക് മുന്തിരി വൈൻ ഏറ്റവും നല്ല കറുത്ത മുന്തിരി ആയിരിക്കും നല്ലത്. പക്ഷേ എനിക്ക് അത്ര കറുത്ത മുന്തിരി കിട്ടിയില്ല. ഈ കളർ മുന്തിരിയാണ് കിട്ടിയത്. നമ്മൾ ഈ മുന്തിരിങ്ങ ഇങ്ങനെ അടർത്തിയെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. ഒരു പാത്രത്തിലേക്ക് ഈ മുന്തിരി മൊത്തം അടർത്തിയിടണം കേട്ടോ. അതിന് ശേഷം നമ്മൾ ഉപ്പ് വെള്ളത്തിൽ നന്നായിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഉപ്പ് വെള്ളത്തിൽ അടർത്തിയ മുന്തിരി ഇട്ട് വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പ പാത്രത്തിൽ കുറച്ച് നേരം തോരാനായിട്ട് വെക്കണം കേട്ടോ. നമ്മളിത് നന്നായിട്ട് 2-3 പ്രാവശ്യം കഴുകിയിട്ട് വേണം ഉപ്പ് വെള്ളത്തിൽ വെക്കാൻ. അതിന് ശേഷം ഇതുപോലെ കൈയും വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. ഇതെന്തിനാന്ന് പറഞ്ഞാൽ അധികം പുളിച്ച് പൊങ്ങി പോകാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നന്നായിട്ട് കൈയും കൊണ്ട് ഇത് മൊത്തം ഒന്ന് ഉടച്ചെടുക്കണം. അല്ലെ കുറച്ച് കൈയും കൊണ്ട് ഉടച്ചിട്ട് കുറച്ച് മിക്സിയുടെ ജാറിനകത്ത് അടിച്ചെടുക്കുന്നതും നല്ലതാണ് കേട്ടോ. നല്ല കറുത്ത മുന്തിരിയാണ്, നല്ല കറുത്ത കളറായിരിക്കും കേട്ടോ. നമുക്ക് ഏലക്കയുടെ കുരു വേണം. ഒരു 4-5 ഏലക്ക എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഗ്രാമ്പൂ, കറുകപ്പട്ട, ഇതാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി 1 കിലോ പഞ്ചസാരയാണ് ഞാൻ എടുത്തേക്കുന്നത്. 2 കിലോ മുന്തിരിയുണ്ട്. നമ്മളിത് ആദ്യമേ മെൽറ്റാക്കി എടുക്കണം. ഒരു 1/4 കിലോ പഞ്ചസാര ഞാൻ മെൽറ്റാക്കി എടുക്കുകയാണ്. കാരണം കുറച്ച് വൈന് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇത് നന്നായിട്ട് മെൽറ്റ് ആയതിന് ശേഷം നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് ഈ ചൂട് മെൽറ്റായിട്ടിരിക്കുന്ന സാധനത്തിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അത് പെട്ടെന്ന് കട്ടയാവും. തണുത്ത വെള്ളം വീഴുമ്പോൾ അത് ഫ്ലോപ്പായെന്ന് ആരും വിചാരിക്കരുത്. ആ വെള്ളം ചൂടായി കഴിയുമ്പോൾ അത് വീണ്ടും ആ പഞ്ചസാര വെള്ളത്തിൻ്റെ കൂടെ അലിഞ്ഞോളും കേട്ടോ. പിന്നെ നമ്മുടെ മുന്തിരിക്ക് കളർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ നമ്മുടെ ബീട്രൂട്ട് ഒരു ബീട്രൂട്ട് എടുത്ത് 4-5 പീസാക്കി കട്ട് ചെയ്ത് ഇതിനകത്ത് ഇടുന്നുണ്ട്. അത് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബീട്രൂട്ടിൻ്റെ ടേസ്റ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും നമ്മുടെ വൈനിന് വരത്തില്ല പ്രത്യേകിച്ച്. ഇനി നമ്മൾ ആ എടുത്ത് വെച്ചിരുന്ന ഗ്രാമ്പൂവും കറുകപ്പട്ടയും ഏലക്കയും കൂടെ എല്ലാം നമ്മൾ ഇതിനകത്തിട്ട് ഒന്ന് നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഒരു നല്ല ആ ബീട്രൂട്ടിൻ്റെ കളറൊക്കെ നന്നായിട്ട് ഇളകും കണ്ടോ. നിങ്ങൾ ഇതിനകത്ത് കാണാം, നിങ്ങൾക്കിതിൽ ഇതുപോലെ നന്നായിട്ട് ഇളകിയതിന് ശേഷം ഈ ബീട്രൂട്ട് എടുത്ത് മാറ്റണം കേട്ടോ. ഞാനതെടുത്ത് മാറ്റുന്നുണ്ട്. അപ്പം നമ്മുടെ മുന്തിരിക്ക് കളർ ഇല്ലാഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനകത്ത് ബീട്രൂട്ട് ഇട്ടത്. നമ്മൾ നല്ല ഡാർക്ക് മുന്തിരിയാണ്, നമുക്കറിയാം. അത് ഡാർക്ക് മുന്തിരി എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് കയ്യെ ഞെക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വയലറ്റ് കളർ അതിനകത്ത് കാണാൻ പറ്റും. ഇനി നമുക്ക് ആ ഞെക്കി വെച്ചിരുന്ന മുന്തിരി ഇതിനകത്തേക്ക് ഇടാമേ. കണ്ടോ, ഇതുപോലെ മുന്തിരി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ മുന്തിരി ഇട്ട് നമ്മളിത് നന്നായിട്ട് ഇളക്കി തണുത്തതിന് ശേഷം നമ്മൾ ബോട്ടിലാക്കി നമ്മളത് സെറ്റ് ചെയ്ത് വെക്കും. എത്ര ദിവസം വേണേലും, ചിലവർ 7 ദിവസം വെക്കുന്നവരുണ്ട്, 14 ദിവസം വെക്കുന്നവരുണ്ട്, 24, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. എത്ര നാൾ വേണേലും മാസങ്ങൾ വേണേലും നമുക്കിത് സൂക്ഷിക്കാം കേട്ടോ. അപ്പം ഞാനത് ഒരു 2-3 മാസം വെക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ. ആ കവർ കെട്ടുന്നത് വരെയുള്ളത്, ആ ഒരു മണ്ടഭാഗം തുണി വെച്ച് കെട്ടുന്നത് വരെയുള്ളത് ഈ വീഡിയോയിൽ കാണിക്കാമേ. ഇനി നമ്മൾ നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. തിളച്ച് കഴിയുമ്പോൾ ഈ ഒരു കളറായിരിക്കും കേട്ടോ. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് തിളച്ച് കഴിഞ്ഞിട്ട് അത് ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. എന്നിട്ട് ഇത് കുപ്പി ഉണ്ടെങ്കിൽ നമ്മൾ കുപ്പിക്കകത്ത് ഇത് ഒഴിച്ച് കഴിഞ്ഞിട്ട് പഞ്ചസാര ഇട്ട് ഇളക്കുന്നതായിരിക്കും ബെറ്റർ. പക്ഷേങ്കിൽ എൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി ആയതുകൊണ്ട് ഞാൻ ഒഴിച്ചില്ല. നമ്മുടെ ചരുവത്തിനകത്ത് തന്നെ പഞ്ചസാര ഇട്ട് ഇളക്കി. ഇതാണ് നമ്മുടെ ബോട്ടിൽ. എന്നിട്ട് ഇച്ചിരി തണുത്തതിന് ശേഷമാണ് ഞാൻ ഈ ബോട്ടിലിനകത്തോട്ട് നമ്മുടെ ഈ വൈൻ ഒഴിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ വൈന് ഈ ബോട്ടിലിനകത്തോട്ട് ഒഴിച്ചു. ഇനി നമ്മൾ ഇതിനകത്ത് ഈസ്റ്റ് ഇട്ട് കൊടുക്കണം. ഈസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ 10 രൂപയുടെ ഒരു ഈസ്റ്റിൻ്റെ ബോട്ടിലാണ് വാങ്ങിച്ചത്. അതൊരു 3/4 ഭാഗത്തോളം ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ 2 കിലോ മുന്തിരി ആണെങ്കിൽ 1 കിലോ 3 കിലോയുടെ ഒരു കുപ്പിയായിരിക്കും നമുക്ക് നല്ലത്. 1 കിലോയുടെ മുന്തിരി ആണെങ്കിൽ 2 കിലോയുടെ കുപ്പിയായിരിക്കും നമുക്ക് നല്ലത്. കാരണം ഇത് പുളിച്ച് പൊങ്ങുന്ന സമയത്ത് വെളിയിലൊന്നും തൂകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട്, ഞാനൊരു തടിയുടെ സ്പൂണാണ് എടുത്തിരുന്നത്. ആ സ്പൂൺ വെച്ച് തന്നെ നമ്മളിത് നന്നായിട്ട് ഇളക്കുക. നമ്മുടെ സ്പൂൺ പച്ചവെള്ളത്തിൽ കഴുകാനോ കൈയിട്ട് തുടയ്ക്കാനോ ഒന്നും പാടില്ല. ആ സ്പൂൺ വെച്ച് തന്നെ വേണം എല്ലാ ദിവസവും ഇളക്കി കൊടുക്കാൻ. അതുപോലെ തന്നെ ഈ സ്പൂൺ നമ്മൾ ഇളക്കിയതിന് ശേഷം കഴുകി എടുക്കുകയല്ല ചെയ്യേണ്ടത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കുകയോ അങ്ങനെ വേണം നമ്മളിതെടുക്കാൻ. എന്നിട്ട് വൈറ്റ് തുണി വെച്ച് ഇതിൻ്റെ മണ്ടവശം നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കണം. നല്ല ടൈറ്റായിട്ട് വേണം ഇത് കെട്ടാനായിട്ട്. കെട്ടിയതിന് ശേഷം വെളിച്ചമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് സൂക്ഷിക്കണം. എല്ലാ ദിവസവും നമ്മൾ എത്ര ദിവസം വെക്കുന്നോ അത്രയും ദിവസം നമ്മളിത് ഇളക്കി, ആ സ്പൂൺ വെച്ച് ഇളക്കി തന്നെ കൊടുക്കണം കേട്ടോ.